പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് വേണമെന്നാണ് ഇപ്പോൾ CPMന്റെ തമ്മിലുള്ള തർക്ക വിഷയം. പണ്ടൊക്കെ വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരാകുമെന്നാണ് ചർച്ചയുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു കലാരൂപം അത് തന്നെയാണ് കേട്ടോ. മുഖ്യമന്ത്രി ആരാകും, ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി? 3 പേരുണ്ട്, ഒരു മന്ത്രിസ്ഥാനവും ഉണ്ട്. ഇതാണ് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നത്. അതിന്റെ ഇടയ്ക്കാണ് തോറ്റിട്ടും അതിന് 35 ആകെ കിട്ടിയുള്ളൂ ഭൂരിപക്ഷം. എന്നിട്ടും അതിൽ പ്രതിപക്ഷ നേതാവിന്റെ ഉപനേതാവ് സ്ഥാനം CPIക്ക് വേണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്താ കഥ? പണ്ടൊക്കെ ജയിച്ചു കഴിഞ്ഞാലായിരുന്നു മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള അടിയെങ്കിൽ ഇപ്പോൾ തോറ്റവർക്ക് പോലും അടിയായ സ്ഥിതിയാണ്. എന്തൊക്കെയാണ് ഈ കേരളത്തിൽ കാണേണ്ടി വരിക? ഒരുപക്ഷെ ഈ ഉപനേതാവ് സ്ഥാനം ചോദിച്ചു വാങ്ങുന്നതിന് മുന്നേ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിയെ തിരുത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ 35 എന്ന് പറയുന്നത് കുറച്ച് അധികമായേനെ, അതായത് ഭൂരിപക്ഷം. ഇപ്പോൾ ഈ പാർട്ടി നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ CPM പാർട്ടിക്കുള്ളിൽ വിമർശിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം അതിന്റെ ഏറ്റവും വ്യക്തമായും സ്പഷ്ടവുമായിട്ടുള്ള തെളിവ് തന്നെയാണ് വി കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ പോലെയുള്ള സഖാക്കൾ പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പോയത്. നമുക്കറിയാം, കാരണം ഇവരൊക്കെ പാർട്ടിയിലുള്ള സമയത്ത് രക്തസാക്ഷി ഫണ്ടിന്റെ ഏറ്റവും വലിയ തട്ടിപ്പാണ് തെളിവ് സഹിതം നിങ്ങൾ പിടിച്ചോ എന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വി കുഞ്ഞികൃഷ്ണൻ സഖാവ്. പക്ഷേ എന്താ ചെയ്തേ? തെറ്റെല്ലാം കണ്ടുപിടിച്ച സഖാവായി ഇപ്പൊ സമൂഹത്തിന് മുന്നിൽ തെറ്റുകാരനാക്കുകയും ചെയ്തു. പോരാത്തതിന് കുലംകുത്തി എന്നും വർഗവഞ്ചകൻ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ അറിഞ്ഞത്. ഇതൊക്കെയാണ് CPM പാർട്ടിയുടെ അധപതനത്തിനുള്ള കാരണം തന്നെ. TK ഗോവിന്ദന്റെ കഥയാണെങ്കിലോ, ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയായ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ ചൊല്ലിയിട്ടായിരുന്നു TK ഗോവിന്ദൻ എതിർത്ത് കഴിഞ്ഞ ആർക്കും പാർട്ടിയിൽ സ്ഥാനമില്ല. പണ്ടത്തെ രാജാവിന്റെ ഭരണം ഇതിനേക്കാൾ ബെറ്റർ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ. കാരണം ഇപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയന്റെ വൺമാൻ ഷോ തന്നെയായിരുന്നു കേരളത്തിന്റെ അവസാന ഭരണ നാളുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പാർട്ടിയെ നിങ്ങൾ എതിർത്തുവോ, എന്നാൽ നിങ്ങൾ കടക്ക് പുറത്ത് എന്നുള്ള മൈൻഡ് തന്നെയായിരുന്നു. സുധാകരൻ പോയതും വലിയൊരു ചർച്ചാ വിഷയം തന്നെയാണ്. കാരണം അമ്പലപ്പുഴ സീറ്റിനെ ചൊല്ലി, അതായത് സുധാകരൻ മത്സര സമയത്ത് ഇത്രയേറെ വിജയം കിട്ടിയിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് സുധാകരന് പകരം മത്സരിച്ച ഒരു വ്യക്തിക്ക് അത്രയേറെ വിജയം കിട്ടിയില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടാത്തതെന്നാണ് എളമരം കരീം ക്വസ്റ്റ്യൻ ചോദിച്ച് എതിരായിട്ടുള്ള ഒരു റിപ്പോർട്ട് അവിടെ കൊടുക്കുകയും ആ റിപ്പോർട്ടിന് മൂല്യം വെക്കുകയാണ് ചെയ്തതെന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്നാൽ ഇതേ എളമരം കരീം തോറ്റപ്പോഴൊന്നും ആരും റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു കടിപിടിയെങ്കിൽ ഇപ്പോൾ CPM പാർട്ടിയിലാണ് കടിപിടി കൂടുതൽ കാണുന്നത്. കർമ്മദോഷം അല്ലാതെ എന്താ പറയാ? കാരണം എന്താണെന്നറിയോ? കാരണം CPM പാർട്ടിക്ക് പണ്ടൊക്കെ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ണൂർ ലോബിയാണ് CPM പാർട്ടി ഭരിക്കുന്നത്. നാണമില്ലേ ഈ CPIക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്താണെന്നറിയോ? ഈ CPI ഉപനേതാവിന്റെ ഈ പദവി ചോദിച്ചു വാങ്ങുന്നതിന് മുന്നേ തന്നെ CPI തന്നെ ഒരു ശക്തമായിട്ട് തിരിച്ചു നല്ല മറുപടിയാണ്. നിങ്ങൾ ഇങ്ങനെയല്ല, നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഒരു അന്തസ് ഉണ്ടായേനെ. ഇപ്പോൾ അന്തസ്സിന്റെ വാക്കിന് നിഘണ്ടുവിൽ തപ്പേണ്ട അവസ്ഥയാണ് ഇപ്പോൾ CPMകാർക്കുള്ളത്. അതായത് പ്രതിപക്ഷ നേതാവായിട്ട് ഇനി ആര് വരുമെന്നാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഇനി പിണറായി വിജയൻ എന്നാലും പ്രതിപക്ഷ സ്ഥാനം അലങ്കരിക്കോ എന്ന് കണ്ടു തന്നെ അറിയണം. പാർട്ടിയുടെ തോൽവിയുടെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്തു എന്ന് സമൂഹ മാധ്യമത്തിലൂടെയാണ് അദ്ദേഹം പങ്കുവച്ചത്. അത്രയും പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇപ്പോൾ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. കാരണം 3.0 ലോഡിംഗ് എന്ന് പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സമയത്താണ് ഓർക്കാപ്പുറത്ത് തലയിൽ ഒരു അടി കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കാരണം അതാണ് അതിന്റെ സത്യാവസ്ഥ. ജനങ്ങൾ ഈ ഒരു ദുർഭരണം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഏപ്രിൽ 9-ാം തീയതി ജനങ്ങൾ വിധി എഴുതിയത്. ആ വിധിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ഇപ്പോൾ കോൺഗ്രസ് തന്നെയാണ്. കാരണം കോൺഗ്രസിന് വേണ്ടത് അതായത് 10 വർഷമായിട്ട് തന്റെ അധികാരത്തിന് പുറത്തു നിൽക്കുമായിരുന്നു അവര്. ഇനിയും അധികാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് നാമാവശേഷമാകുമായിരുന്നു. അങ്ങനെ ഒരു സ്ഥിതിക്കാണ് ഇപ്പോൾ പാർട്ടി തന്നെ അതിനൊരു അവസരം അവർക്ക് ഒരുക്കി കൊടുത്തത്. എന്നിട്ട് എന്താ ഉണ്ടായേ? അതിനൊരു വിജയാഘോഷത്തില് ആടിന്റെ തലയെ കിടത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. ഇത്രയും ഒരു വിജയാഘോഷം കേരളത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇതെല്ലാം UDFന് ക്രെഡിറ്റ് തന്നെയാണ് കേട്ടോ. മുസ്ലിം ലീഗിനെതിരെ ഇനി എന്ത് കേസ് എടുക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്ത് തന്നെയാണെങ്കിലും അവരുടെ, അതായത് ഇപ്പോൾ ഈ CPMൽ നടക്കുന്ന ഉപനേതാവിന്റെ ഈ ഒരു തർക്കത്തെ ചൊല്ലിയിട്ടുള്ള ഈ ഒരു തർക്കം ഇപ്പോൾ വലിയ ദിശയിൽ നിൽക്കുകയാണ്. CPIൽ ഇപ്പോൾ ഉപനേതാവിന്റെ തർക്കം ഇപ്പോൾ നിൽക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്കുള്ള തർക്കവും നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി കണ്ടു തന്നെ അറിയണം ആർക്കാണ് എന്താണ്. എന്നാലും ഈ CPI ഇപ്പോൾ ഉന്നയിക്കുന്ന ഉപനേതാവിന്റെ പദവി ഭരണഘടനയിൽ പോലും ഇല്ല എന്ന് CPM ഇപ്പോൾ വെട്ടി
തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് CPI പ്രതിപക്ഷ ഉപനേതാവിന്റെ സ്വപ്നം കണ്ട് നിങ്ങൾ നടക്കണ്ട എന്ന് തന്നെയാണ് അവസാനമായിട്ട് CPIM പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് കൂടുതൽ വേറൊരു അപ്പീലിന്റെ ആവശ്യം ജനങ്ങൾക്കില്ല, നിങ്ങൾക്കുമില്ല, CPIക്കുമില്ല, CPM-നും ഇല്ല എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അതുകൊണ്ട് ആ പ്രശ്നം സോൾവ് ആയിട്ട്, പക്ഷെ ഇപ്പോഴും സോൾവ് ആകാതെ ഒരു വലിയ പ്രശ്നം കിടക്കുന്നുണ്ട്. അത് കോൺഗ്രസിലാണ്. മുഖ്യമന്ത്രി പദവി ആരലങ്കരിക്കുന്ന അറിയില്ല. ഈ ആന കാര്യത്തിനിടയ്ക്ക് ചേനക്കാര്യം എന്ന് പറഞ്ഞ അവസ്ഥ പോലെയായി. തോറ്റാലും പ്രശ്നം, ജയിച്ചാലും പ്രശ്നം. പക്ഷെ തോറ്റ പ്രശ്നത്തിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പരിഹാസം ഉയരുന്നതാണ് കണ്ടുവരിക. എന്ത് തന്നെയാണെങ്കിലും പാർട്ടി എല്ലാ രീതിയിലും അധപതിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ലോബികളാണ്, കുത്തക മുതലാളികളാണ്. ഈ കുത്തക മുതലാളികൾ ഭരിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മുതൽ, പാർട്ടിയുടെ ഭരണം ഏറ്റെടുത്തപ്പോൾ മുതൽ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പടിയിറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പടിയിറങ്ങി പോയതിന്റെ അവസാനത്തെ സൂചനയാണ് ഇപ്പോൾ 35 ഭൂരിപക്ഷത്തിലേക്ക് നിങ്ങൾ തോറ്റുപോയിരിക്കുന്നത്. ഇനിയും നിങ്ങൾ പാർട്ടീനെ തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ബംഗാളിനെ പോലെ കേരളത്തിലും വരും. ഏറ്റവും കൂടുതൽ വർഷം 34 വർഷം ഭരിച്ച ബംഗാളിൽ ഇപ്പോൾ ഒറ്റ സീറ്റ് പോലും ഇല്ലാതെ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയും ചുവന്നിട്ടില്ലല്ലോ. ഇനിയും ഇതുപോലെ ചുവക്കാതിരിക്കണമെങ്കിൽ, ചുവക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ടിയെ തിരുത്തി തന്നെ വരിക. ശക്തമായ പ്രതിപക്ഷം നിങ്ങൾ ആവുക. കാരണം കഴിഞ്ഞ ഈ 10 വർഷത്തിൽ ശക്തമായൊരു പ്രതിപക്ഷം കേരളത്തിൽ ഉണ്ടായില്ല. പക്ഷെ ഇനി ശക്തമായ പ്രതിപക്ഷം ഉണ്ടാകുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടാവട്ടെ. ഇനിയെങ്കിലും ചുവക്കാൻ നിങ്ങൾക്കൊരു അവസരം ലഭിക്കട്ടെ. അപ്പോഴും ഇങ്ങനെ ഒരു തമ്മിലടി ഉണ്ടാവാതിരിക്കട്ടെ. കാരണം ഇലക്ഷൻ സമയത്താണ് ഏറ്റവും കൂടുതൽ CPM ആളുകൾ കൊഴിഞ്ഞു പോയത്. ഇനിയും അങ്ങനെ കൊഴിഞ്ഞു പോകാതിരിക്കട്ടെ. പോയവർ തിരിച്ചു വരാനും നമുക്ക് പ്രാർത്ഥിക്കാം.